നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി. സാമൂഹ്യമായ പുരോഗതിക്ക്, സാമൂഹ്യമായ ഗുണപരമായ മാറ്റത്തിന്, സാമ്പത്തികമായ നേട്ടത്തിനെല്ലാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നല്ലതാണ് എന്ന് പറയുന്നു ഈ സമിതി. ദേശീയ താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ നടപ്പിലാക്കണം എന്നതാണ് ആവശ്യം. 2029 നടപ്പിലാക്കാമെന്ന ശുപാർശ അതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ഗംഭീര സംഗതിയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഭരണ നിർവഹണം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ, വലിയ പണച്ചെലവ് ഒഴിവാക്കാൻ രാജ്യത്താകമാനം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുക എന്ന ആശയം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമെങ്കിലും, ഗുണപരമാണ് എന്ന് തോന്നുമെങ്കിലും അതിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങളേറെയാണ് എന്ന വിമർശനം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഏകശിലാത്മകമാക്കാൻ, ബഹുസ്വര ജനാധിപത്യത്തിൻ്റെ അടിവേരിളക്കാൻ, പ്രാദേശിക പാർട്ടികളുടെ അതിജീവനത്തെ ഇല്ലാതാക്കാൻ ആലോചിച്ചുറപ്പിച്ചു കൊണ്ടുവരുന്ന വലിയ പദ്ധതിയാണോ ഇത്? എതിർക്കപ്പെടേണ്ടതാണോ? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മളിന്ന്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJPയിൽ നിന്ന്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPIMൽ നിന്ന്, KS ശബരിനാഥൻ കോൺഗ്രസ് നേതാവ്, ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ കൃഷ്ണദാസ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം കൊണ്ടുവരിക വഴി ദേശീയ പാർട്ടികളുടെ മാത്രം അതിജീവനവും ചെറുകക്ഷികളുടെ എല്ലാം വിനാശവുമാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? അല്ല, അങ്ങനെ അതിനെ കാണേണ്ടതില്ല നിഷാദ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാത്രമല്ല, എല്ലാ വോട്ടർമാർക്കും, വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള പ്രാധാന്യവും അതോടൊപ്പം തന്നെ അവരവരുടേതായിട്ടുള്ള പങ്കും, അത് പാർട്ടികളാണെങ്കിൽ പാർട്ടികൾ എന്നുള്ള നിലക്ക്, വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ എന്നുള്ള നിലക്ക്, ഇനി വ്യക്തികളുടെ കൂട്ടായ്മകളാണെങ്കിൽ ആ തരത്തിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കാനും അവരവരുടേതായിട്ടുള്ള പങ്ക് ജനാധിപത്യത്തിൽ രേഖപ്പെടുത്താനും അവരുടെ നിലപാടുകൾ സ്വീകരിക്കാനും നിലപാടുകൾ ഊട്ടിയുറപ്പിക്കാനും കഴിയുന്ന സാഹചര്യം നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കുന്നു എന്നുള്ളതും അത് ഒരുമിച്ച് നടന്നാലും വ്യത്യസ്തമായി നടന്നാലും ഏത് കാലഘട്ടത്തിൽ നടന്നാലും അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നുള്ള നിലക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അവിടെ മാനിക്കപ്പെടുകയും അതിനുള്ള കൃത്യമായിട്ടുള്ള അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാവുകയെല്ലാം ചെയ്യുമ്പോൾ അതിൽ ഒരുമിച്ചാണെങ്കിലും വ്യത്യസ്തമായിട്ടാണെങ്കിലും പ്രത്യേകമായിട്ട് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് അതിൽ കാണേണ്ടതില്ല. ഇവിടെയുള്ളൊരു പ്രത്യേകത, ഏതാണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് 2 ദശാബ്ദക്കാലം ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ 356 വകുപ്പ് പ്രയോഗിക്കുന്ന കാലഘട്ടത്തിലും അതിനുശേഷം 60കളുടെ അവസാനത്തിലും 70കളുടെ തുടക്കത്തിലുമെല്ലാം ഉണ്ടായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള ചില തെറ്റായ നടപടിക്രമങ്ങൾ, അത് ആ കാലഘട്ടങ്ങളിലെ സെൻട്രൽ ഗവൺമെൻറ്റുകളിൽ നിന്നുണ്ടായിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിലെല്ലാം നമ്മുടെ രാജ്യത്ത് ഒറ്റക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ, ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴായി ഇല്ലാതെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അസ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ്റുകൾ, അതല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾക്ക് മേൽ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ, ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ജനാധിപത്യ ക്രമം മാറി. പക്ഷേ നമ്മുടെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യ ഒട്ടാകെയുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു സമയക്രമം രൂപീകരിച്ചുകൊണ്ട് അത് ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ചെലവ് കുറച്ചുകൊണ്ട് ജനങ്ങളുടെ ഏറ്റവും സുശക്തമായിട്ടുള്ള അവരുടെ രാജാധികാരം ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള അവസരമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ജനാധിപത്യത്തിൽ അനഭിലഷണീയമായ ചില പ്രവണതകൾ വന്നതുകൊണ്ടാണ് നമുക്ക് ഏക തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്നതെന്ന് താങ്കൾ പറയുകയാണ്. വിശ്വാസ വോട്ട് തേടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, ഒരു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുക, അത് ജനാധിപത്യ ക്രമത്തിൻ്റെ ഭാഗമല്ലേ? ഒരു ഭരണകൂടം അവരുടെ സർക്കാരിനെ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു സംസ്ഥാനത്ത്. അതിലുള്ള പ്രശ്നം എന്താണ്? ഭരണഘടനാപരമായി അനുവദനീയമാക്കപ്പെട്ട ഒന്നല്ലേ അത്? അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയോ മറ്റോ ചെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര ഇടപെടലുണ്ടായി അവിടുത്തെ സർക്കാരിനെ ഡിസ്മിസ് ചെയ്യപ്പെടുന്നു എന്ന് കരുതുക. ഇതൊക്കെ നമ്മുടെ പ്രൊവിഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണല്ലോ. അതൊന്നും ഇനി വേണ്ട, ഒറ്റ തെരഞ്ഞെടുപ്പ് ഒരു സമയത്ത് നിശ്ചയിക്കപ്പെടുന്ന സ്ഥലത്ത് മതി എന്ന തീരുമാനം ജനാധിപത്യപരമായി എന്തുമാത്രം ശരിയാണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയല്ലേ? നിഷാദ്, അതിനെ അങ്ങനെ കാണേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്.
നമ്മുടെ രാജ്യത്ത് ആദ്യ സമയങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് ഒരുമിച്ച് നടക്കുമ്പോൾ അതിനുശേഷം പിന്നീട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ചില നടപടികൾ ഉണ്ടായി എന്ന് ഞാൻ സൂചിപ്പിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. അത് ജനാധിപത്യത്തിന് യോജിക്കുന്നതായിരുന്നില്ല. ഇപ്പോൾ BJPയുടെ എത്രയോ ഗവൺമെൻറ്റുകളെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 5ഓ 6ഓ ഗവൺമെൻറ്റുകളെ പല ഘട്ടങ്ങളിലായി പല കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 80കളിലും 90കളിലുമെല്ലാം BJPയുടെ ഗവൺമെൻറ്റുകളെ നിരന്തരം പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെടലിന് വിധേയമായിട്ടുള്ള ഗവൺമെൻറ് BJPയുടെ ഗവൺമെൻറ്റുകളാണ്. സുശക്തമായിട്ടുള്ള ഭരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒറ്റക്കക്ഷി ഭരണം എന്നുള്ള നിലക്കല്ലല്ലോ. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അഭിപ്രായം രേഖപ്പെടുത്താനും ആ അഭിപ്രായത്തിന് കൃത്യമായിട്ടുള്ള അവരുടെ പരിഗണന ഇങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പാക്കേണ്ടതിന്റെ അത്യാവശ്യം എന്താണ്? ഈ രാജ്യത്ത് കാര്യങ്ങൾ ശരിയാവണ്ണം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ്, സാമ്പത്തികമാണോ നിങ്ങളുടെ പ്രശ്നം? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സുതാര്യമായ തെരഞ്ഞെടുപ്പാണ്. അതിന്മേലാണ് ഈ രാജ്യം നിൽക്കുന്നത്. അതിനകത്തൊരു പ്രശ്നം ഉണ്ടായി, രാജ്യം തകർന്നു. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പണം മുടക്കുന്നതിനുള്ള പ്രശ്നം എന്താണ്? ആർക്കാണ് ഈ പണം മുടക്കാനുള്ള പ്രയാസം എന്താണ്? നമ്മളിപ്പോൾ പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാക്കാൻ 9,000 കോടി ചെലവഴിച്ചില്ലേ? ഇല്ലെങ്കിൽ അപ്പുറത്തെ പഴയ മന്ദിരത്തിൽ ഇരിക്കാൻ കഴിയുമായിരുന്നല്ലോ. ജനാധിപത്യത്തിനും അതിൻ്റെ നടപടിക്രമങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കുക എന്നത് ഒരു അനാമത്തായിട്ട് കാണുകയാണോ നിങ്ങൾ? നിഷാദ്, ഇത് അത്യാവശ്യമാണോ അടിയന്തിരമാണോ ഇതിൻ്റെ ഇടപെടലുകൾ എന്നുള്ളതല്ല ഇതിൻ്റെ പ്രശ്നം. അതിൻ്റെ സമയക്രമം എടുത്ത് ഇന്നോ നാളെയോ നടപ്പാക്കണം എന്നുള്ളതല്ലല്ലോ. ഇപ്പോൾ ഇതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കമ്മീഷൻ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള 2029 അത് ആലോചിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ കാലയളവിന് ശേഷം, ആ കാലയളവിനുള്ളിൽ നമ്മളുടെ ജനാധിപത്യപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിനകത്ത് പാർലമെൻറ്റിനകത്താണെങ്കിലും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അതിനുവേണ്ടിയുള്ള അമെൻമെൻറ്റ്സ് കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഇനി നിയമസഭകൾ ഇത് ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ചാണെങ്കിലും സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ചാണെങ്കിലും അതിനെല്ലാമുള്ള ഒരു അവസരവും 5 വർഷമുള്ളത് ചെറിയ കാലയളവാണ്. നടപടികൾ പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. എന്തിനാണെന്ന് ചോദിക്കുന്നത്? എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ്? നമ്മളൊരു ജനാധിപത്യ ക്രമത്തിൽ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചും പരിഷ്കരണങ്ങളെ സംബന്ധിച്ചും സ്വാഭാവികമായും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചും എല്ലാം ആലോചിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? നമ്മുടെ രാജ്യത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും മാറിയും മറഞ്ഞും ഒരു വർഷത്തിൽ തന്നെ 2-3 തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരേ വർഷം തന്നെ 2-3 തെരഞ്ഞെടുപ്പുകൾ നേരിടുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ സമയം മുഴുവൻ തന്നെ ഒരു നടപടിക്രമത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കേണ്ടതാണോ എന്നുള്ളത് ഉറക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമായിട്ടില്ലേ? അങ്ങനെ ചെയ്യേണ്ടതല്ലേ? കോൺഗ്രസ് നേതാവിനോടൊപ്പം ഉണ്ട് ശബരിനാഥൻ. ഈ കമ്മിറ്റി തന്നെ പറയുകയാണ് 200-250 ദിവസങ്ങൾ ഒരു വർഷം വിവിധ തരം തെരഞ്ഞെടുപ്പുകൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ അത് വലിയൊരു പ്രോസസ്സാണ്. ഒന്നാമത്. രണ്ടാമത് അതിനുവേണ്ടി വരുന്ന പെരുമാറ്റച്ചട്ടം, മൂന്നാമത് അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന പണം, ഇവയൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൂടെ? ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം വന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നമുക്ക് കുറച്ചുകൂടി സമയ ചുരുക്കത്തിൽ നടപ്പിലാക്കിയെടുക്കാൻ കഴിയും. ഒറ്റ കേൾവിയിൽ കൈയടിക്കാൻ തോന്നുന്ന കാര്യമാണ്. നിഷാദിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ഈ കോൺഗ്രസ് ഈ വിഷയത്തിൽ കൺസൾട്ടേഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ എവിടെയും ഒരുമിച്ച് ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുമിച്ച് ഇലക്ഷൻ നടത്തണം എന്നിടത്തും പറയാത്തത് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് സംസ്ഥാന സർക്കാരുകൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര സർക്കാരുകൾക്കും ത്രിതല പഞ്ചായത്തുകൾക്കും പ്രത്യേകമായിട്ട് റോൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുമിച്ച് ഇലക്ഷൻ എന്ന ആശയം ഇതുവരെ നമ്മൾ ഭരണഘടനയിൽ ഒരിടത്തും വായിച്ചിട്ടുമില്ല, ഒരിടത്തും ചർച്ച ചെയ്തിട്ടുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ ഒരു 10 സ്വാതന്ത്ര്യം കിട്ടി 51 ഫസ്റ്റ് ഇലക്ഷന് ശേഷം കുറേ കാലം സൈമൾട്ടേനിയസ് ഇലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്ത്യയുടെ തന്നെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയും ഒരു ഫുട്ടിങ്ങും മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറുകിട പാർട്ടികളടക്കം ലോക്കൽ ഇഷ്യൂസ് വന്നു തുടങ്ങിയപ്പോഴാണ് പതുക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ കാണുന്ന പോലെയുള്ള വലിയ ഇലക്ഷൻസ് ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സൈമൾട്ടേനിയസ് ഇലക്ഷൻ അല്ല. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കാം. കേരളത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മളുടെ പഞ്ചായത്ത് ഇലക്ഷൻ 2020 ഡിസംബറിൽ നടന്നു. നിയമസഭാ ഇലക്ഷൻ 2021 നടന്നു.
ഈ കഴിഞ്ഞ 3 വർഷമായി ഉണ്ടായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് കണ്ട നമ്മുടെ നിയമസഭ തൃക്കാക്കര ബൈ ഇലക്ഷൻ അടക്കമുള്ള പുതുപ്പള്ളി ബൈ ഇലക്ഷൻ അടക്കമുള്ള ഇലക്ഷൻ അല്ലാതെ മറ്റെന്ത് ഇലക്ഷനാണ് കഴിഞ്ഞ 2 വർഷം നമ്മൾ കണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അത് കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പോൾ തൃക്കാക്കര ഇലക്ഷൻ ആണെങ്കിലും പുതുപ്പള്ളി ഇലക്ഷൻ ആയിരുന്നെങ്കിലും അത് ആ പ്രദേശത്തെ മാത്രമേ ബാധിച്ചുള്ളൂ. കേരളത്തിൽ മൊത്തത്തിലുള്ള ഒരു ഭരണസ്തംഭനം ഇല്ലായിരുന്നു. നമ്മൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അത് ആ വാർഡുകൾ പഞ്ചായത്തിനെ പോലും പൂർണ്ണമായി ബാധിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. BJPയുടെ ക്ലിയർ ആയിട്ടുള്ളൊരു അജണ്ടയാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ. എല്ലാം ഒരു സെൻട്രലൈസ് ചെയ്ത് പോവുക എന്നുള്ള, കേന്ദ്രീകരിക്കുക. നമ്മൾ കൂടുതൽ വികേന്ദ്രീകരണത്തിൽ എത്തിയതാണ്. നമ്മൾ ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകൾ വന്നത് തന്നെ വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട്, എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് എപ്പോഴും ഭരണം നിലനിർത്താൻ കഴിയും എന്നൊരു തോന്നൽ കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. വലിയ വിഷയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കോൺഗ്രസ് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് തന്നെ ഇതെതിരാണെന്നുള്ള കേശവാനന്ദ ഭാരതിയിലൊക്കെ പറഞ്ഞ ആ വിഷയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തേത്, ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രശ്നം. എത്രയോ ആക്റ്റുകൾ ഇതിൽ മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ പ്രോസസ്സല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇത് പറയുന്നതാണെങ്കിൽ സാധാരണ സംസ്ഥാനത്തെ പിരിച്ചുവിടാനുള്ള അവകാശം കേന്ദ്രത്തിനുള്ളത് ഈ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുമ്പോഴുള്ള സാഹചര്യമാണ്. അതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും കൃത്യമായിട്ടുള്ള 356 അടക്കമുള്ള വകുപ്പുകളുമുണ്ട്. അല്ലാതെ ഏത് സാഹചര്യത്തിലാണെന്ന് കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്ത് പിരിച്ചുവിടാൻ കഴിയുന്നത്? അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ 1 ഇലക്ഷൻ വരണമെങ്കിൽ ഇതിനെ പാർലമെൻറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആയതുകൊണ്ട് ലോക്സഭയും രാജ്യസഭയും 50% ഓഫ് ടോട്ടൽ വോട്ടിങ്ങും 50% ഓഫ് ടോട്ടൽ നമ്മുടെ സ്ട്രെങ്ത്തും അതോടൊപ്പം 2/3 മെജോറിറ്റിയിൽ പാസ്സാക്കി ഇതിൽ പല കാര്യങ്ങളും 50% സ്റ്റേറ്റുകൾ റാറ്റിഫൈ ചെയ്യണം. അതൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? നമ്മുടെ ലക്ഷ്യം എന്തില്ല? നമ്മൾ ഈ നോട്ട് നിരോധനം വന്നപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, ഇതെല്ലാം നോട്ട് നിരോധനം നടത്തിയാൽ വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് ഗുണമുണ്ടാകുന്നു. ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാണിക്കുന്നത് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ സാമൂഹികപരമായിട്ടുള്ള ഒരു ഉദ്ദേശം വരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഇലക്ഷൻ പല ആവർത്തി നടക്കുന്നത് നമ്മുടെ ഡെമോക്രസിയുടെ റോബസ്റ്റ്നെസ് കാണിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിനകത്ത് ആളുകൾ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന അതേ മനസ്സോടെയാണോ നിയമസഭാ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്? നിയമസഭാ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന അതേ മനസ്സോടാണോ ലോക്സഭാ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ചിലവുകളും മറ്റു കാര്യങ്ങളും നിയന്ത്രിക്കാനും ഈ ഒരു പ്രോസസ്സ് ഒത്തിരി ഇൻവോൾവ് ആണെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതുകൊണ്ട് ഇലക്ഷൻ എല്ലാം ഒന്നിച്ചാക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഭരണഘടനാപരമായിട്ടുള്ളതും അതോടൊപ്പം ഒരു വോട്ട് എന്തിനാണെന്നുള്ള ആ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതോടൊപ്പം ഒരു പറയുന്ന പല വാദങ്ങളും ഇതിനകത്ത് നമ്മളിന്ന് റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ കഴിഞ്ഞില്ല. പല ഒബ്സർവേഷൻസും ആദ്യം പറയുന്നു ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റിനെയും ലോക്സഭയും മാത്രമേ നമ്മൾ ഏകീകരിക്കും, അത് കഴിഞ്ഞ് നമ്മൾ ത്രിതല പഞ്ചായത്തുകളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു സ്റ്റേറ്റിനെയും ലോക്സഭയും ഏകീകരിക്കാൻ തീരുമാനമെടുത്താൽ പിന്നെ അടുത്ത തവണ പഞ്ചായത്ത് ഏകീകരിക്കുമ്പോൾ വീണ്ടും അത് എത്ര കാലം പഞ്ചായത്തുകൾ ഓടും? ഇതൊക്കെ വലിയ പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുമാത്രമല്ല, ഇത്രയും തൂക്കുമന്ത്രിസഭകൾ BJPയുടെ തന്നെ ഒരു മുഖ്യമന്ത്രി ഇന്നലെ രാജിവെച്ച് വീണ്ടും വന്നു. അവർക്ക് അധികാരത്തിൽ ഇതുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ഹങ് അസംബ്ലികളും ഏറ്റവും കൂടുതൽ ഭരണ അസ്ഥിരത ഉണ്ടാക്കുന്നത് BJPയാണ്. അവരുടെ ഹോബി സർക്കാരുകളെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കുന്നത്. അങ്ങനെ അസ്ഥിരത ഉണ്ടാക്കേണ്ട തീരുമാനിക്കുന്ന ഒരു ധാർമ്മിക ബോധം BJPക്ക് ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ പൈസ കൊടുത്തും റിസോർട്ട് രാഷ്ട്രീയം നടത്തി സർക്കാരുകളെ താഴെ ഇടുന്നത്? 5 വർഷം ഭരിക്കാൻ സമ്മതിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. BJPയുടെ ലക്ഷ്യം ഇതൊരു ഏകശിലാ വിഗ്രഹമായി അവരുടെ താത്വിക മനസ്സനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം. പക്ഷേ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇറ്റ് ഡസൻറ്റ് ഓഗർ വെൽ എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന് പറയുവാനുള്ളത്. BJPയുടെ ലക്ഷ്യം കുറച്ചുകൂടെ സൈദ്ധാന്തികമായ ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട്. കേവലമായ സാമൂഹ്യ താല്പര്യമോ സാമ്പത്തിക താല്പര്യമോ അല്ല BJP അതിൽ നയിക്കുന്നത് എന്നാണ് ശ്രീ ആനന്ദ് കൊച്ചുകുടി. ഇപ്പോൾ RSSന്റെ താല്പര്യം ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണക്രമത്തെ മാറ്റുക എന്നതാണ്. BJP തന്നെയും ആഗ്രഹിക്കുന്നത് രാജ്യത്താകമാനം ഒരേ വികാരം, ഒരു പാർട്ടി, ഒരു ആശയം എന്നതാണ്. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ മൂഡാണ് രാജ്യത്തുണ്ടാവുക. ഒന്നോ അല്ലെങ്കിൽ ആ നാഷണൽ ദേശീയ പാർട്ടികൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയാണ് രാജ്യത്തുണ്ടാവുക. വിവിധ സർവേകൾ, പഠനങ്ങൾ പറയുന്നു അങ്ങനെ ഒറ്റ തെരഞ്ഞെടുപ്പ് വന്നാൽ 70% എബോ ആളുകൾ ഒരേ മൂഡിൽ ചിന്തിക്കാനും വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ അത് BJPയുടെ ലക്ഷ്യമാണ്. BJP പാർട്ടികൾ 370യുടെ കാര്യത്തിലെടുത്ത നിലപാട്, CAയുടെ കാര്യത്തിലെടുത്ത നിലപാട്, NRCയിൽ എടുക്കുന്ന നിലപാട് നമുക്കറിയാവുന്നതാണല്ലോ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ. സോ 2029 കൂടി ചെറു കക്ഷികളുടെ അതിജീവനത്തെ അപകടത്തിലാക്കുന്ന 1 നേഷൻ 1 ഇലക്ഷൻ അവർ കൊണ്ടുവരും എന്ന് വിചാരിക്കണോ നമ്മളിപ്പോൾ? അല്ല, ഇത് ഈ BJPയുടെ ഒരു ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന BJPയുടെ ആ പഴയകാല മുദ്രാവാക്യം, അതിനെ
അതിലൊരു കൂട്ടിച്ചേർക്കൽ പോലെ ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അവർ പല കാലഘട്ടങ്ങളിലായി ഈ ദേശത്തെ, ഈ ഇന്ത്യയെ ഒരു ഏകശിലാരൂപത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നതിൻ്റെ അതിൻ്റെ വേറൊരു ഘട്ടം ഈ 2014 ശേഷം പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പുകളിൽ പോയി എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ കൂടെ നടക്കുന്നതൊരു ബാധ്യത എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കേണ്ടത്, എന്തിനാണ് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലിയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഇത്രയും 100 റാലികൾ വരെ നടത്തിയ സംസ്ഥാനങ്ങളുണ്ട്, എന്തിനാണ് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മറ്റ് ജോലികളെല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ ഒരു സംസ്ഥാനത്തും അദ്ദേഹം ഈ ഹൈദരാബാദ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ പോലും പ്രചരണത്തിന് പ്രധാനമന്ത്രി പോയി. എന്തിനാണ് വെറും ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഒരു പ്രധാനമന്ത്രി പോകുന്നത്? അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു തൊഴിൽന്യായങ്ങളാണ്. അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്രീകൃതമാക്കുമ്പോൾ അതിൽ കൂടി അവർക്ക് ഒരു തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് 70% ചിലപ്പോൾ അതിൽ കൂടുതലാകാം, 50% മുകളിൽ എന്തായാലും അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലാണോ പോകുന്നത്, ദേശീയമായിട്ട് അതിൻ്റെ കൂടെ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കഴിഞ്ഞ ഒരു 75 വർഷത്തെ ചരിത്രം ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ മറ്റ് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഒഡീഷയിൽ ചെറിയൊരു വ്യതിയാനം ഉണ്ടായെങ്കിൽ പോലും അവിടെ പോലും BJPക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ കൂടി BJPക്ക് ഒറ്റയടിക്ക് എല്ലാ സംസ്ഥാനത്തും ദേശീയ തലത്തിലും അധികാരത്തിൽ വരാം, പിന്നെ ഭരണഘടന മാറ്റാം, പിന്നെ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് നമ്മൾ ഇതിൽ കൂടി കാണുന്നത്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനായിട്ടാണ്, ഒരു കൂടിച്ചേരലായിട്ടാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ഈ രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി നമ്മൾ നോക്കിയാൽ ഒറ്റയടിക്ക് ഒരു പാർട്ടിക്ക് ഇന്ത്യയുടെ ഭരണം കിട്ടിയെന്ന് വെച്ച് ആ ഭരണഘടന മാറ്റി എഴുതാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യയിൽ ഈ ഭരണഘടന രാജ്യസഭയെ വിഭാവനം ചെയ്യുന്നത്. ഭരണഘടനാ അസംബ്ലിയിൽ അന്ന് വോട്ടിട്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 2 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പുകളാണ് രാജ്യസഭയിലേക്ക് നടക്കുന്നത്. ഒറ്റയടിക്ക് എല്ലാവരും മാറില്ല. അപ്പോൾ ഒരു സംസ്ഥാനത്ത് അധികാരം കിട്ടിയാൽ, അല്ലെങ്കിൽ കുറേ സംസ്ഥാനങ്ങളിൽ 50% സംസ്ഥാനങ്ങളിൽ അധികാരം കിട്ടിയാൽ പോലും ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിലും 50% സംസ്ഥാനങ്ങളിൽ അധികാരം കിട്ടിയാൽ പോലും ഒരു ദേശീയ പാർട്ടിക്ക് ഒറ്റയടിക്ക് 2 സഭകളിലും മെജോറിറ്റി കിട്ടാത്ത, ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യമുള്ളത് ഒക്കെ മറികടക്കാനുള്ള BJPയുടെ ഒരു തന്ത്രമായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. ഇപ്പോൾ ഈ അടുത്താണ് CAA അതിൻ്റെ ചട്ടം BJP കൊണ്ടുവന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലും ജയിക്കുക എന്നുള്ളതിൻ്റെ കൂടി ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതായത് ഏതൊക്കെ തരത്തിൽ അവർക്ക് ജയം ഉറപ്പിക്കാൻ പറ്റുമോ അതിനെയൊക്കെ സമഗ്രമായ വിജയം മാത്രമേ പല ലക്ഷ്യങ്ങളും സാധ്യമാക്കാൻ കഴിയുമെന്ന് BJP വിചാരിക്കുന്നു. അതിലേക്കുള്ള പാതയാണ് എന്ന് KT കുഞ്ഞിക്കണ്ണൻ CPI എന്നത്. KT 2029 തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് സിംഗിൾ പ്ലെയറെ ഉണ്ടാവുള്ളൂ ഈ തെരഞ്ഞെടുപ്പിനകത്ത്? അല്ല, ഇത് നമ്മൾ കാണേണ്ടത് BJP എന്ന് പറയുന്നത് RSS പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായി നയിക്കുന്ന ഒരു പാർട്ടിയാണ്. സാധാരണ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷി എന്ന ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്തൊരു പാർട്ടിയാണ് BJP. അത് RSS നയിക്കുന്ന, RSSന്റെ അജണ്ടയനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. RSS ജനാധിപത്യ സംവിധാനത്തെയോ പാർലമെന്റിന്റെ ഇരുസഭാ സംവിധാനത്തെയോ ഒന്നും അംഗീകരിക്കാത്ത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ BJP എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യം പ്രസിഡൻഷ്യൽഷിപ്പിലേക്ക് പോകണം എന്നുള്ളതാണ്. ആ പ്രസിഡൻഷ്യൽഷിപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനാധിപത്യ സംവിധാനം, നമ്മുടെ രാഷ്ട്രഘടന, അത് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഫെഡറലിസത്തിന് വലിയ പ്രാധാന്യമുള്ള ഫെഡറൽ ഘടനയിൽ അധിഷ്ഠിതമായ ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതിന്റെ പ്രതിഫലനം എന്ന നിലക്കാണ് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഇരുസഭാ സംവിധാനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ബൈക്യാമറൽ ലെജിസ്ലേഷനെ BJP ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സഭയായ, നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സഭയായ ലോകസഭയിൽ വരുന്ന തെറ്റുകളെപ്പോലും, ലോകസഭയിൽ ഉണ്ടാകുന്ന ഭരണഘടനാ വിരുദ്ധമായ നീക്കങ്ങളെപ്പോലും
ചെക്ക് ചെയ്യാനും വിശദമായി പരിശോധിച്ച് തിരുത്താനും അധികാരമുള്ള സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 5 വർഷം കൂടുമ്പോഴല്ല. ലോകസഭയുടെ കാലാവധി 5 വർഷം കൂടുമ്പോൾ കഴിയും, അവിടെ തെരഞ്ഞെടുക്കും. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥയുടെ ഒരു നിലനിൽപ്പിന്റെ, ജനാധിപത്യപരമായ നിലനിൽപ്പിന്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. അതിന്റെ ഒരു അനുശ്രുതിയാണ്. ഓരോ വർഷവും 1/3 ഭാഗം ആളുകൾ പിരിഞ്ഞു പോകുന്നു, പകരം ആളുകളെ സംസ്ഥാന നിയമസഭകൾ തെരഞ്ഞെടുത്തയക്കുന്നു. ആ രാജ്യസഭയെ BJPയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യസഭയെ ഇല്ലാതാക്കുക. ഫലത്തിൽ എന്താണ് സംഭവിക്കുക? ഇപ്പൊ BJPയുടെ ഈ 10 വർഷക്കാലത്ത് അവർ പല ബില്ലുകളും നടപ്പാക്കുന്നതിൽ, നിയമമാക്കുന്നതിൽ വലിയ വെല്ലുവിളി നേരിട്ടത് രാജ്യസഭയിലാണ്. NDAയിലെ ഘടകകക്ഷികൾ പോലും, നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഫാം ലോസ് വന്നപ്പോൾ NDAയിലെ ഘടകകക്ഷിയായിരിക്കുന്ന അകാലികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അതിനെ എതിർത്തു. അപ്പൊ പല നിയമങ്ങളും അവർ വിചാരിക്കുന്ന പോലെ പാസ്സാക്കിയെടുക്കുന്നതിന് വലിയ തടസ്സമുണ്ടാക്കുന്നത് ജനാധിപത്യത്തിലെ ഈ ചെക്സ് ആൻഡ് ബാലൻസിന്റെ ഭാഗമായിട്ടുള്ള ഈ രാജ്യസഭ സംവിധാനമാണ്. അപ്പൊ രാജ്യസഭ ഇല്ലാതാക്കുക, ഫലത്തിൽ രാജ്യസഭയെ നോക്കുകുത്തിയാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യസഭ നിലനിൽക്കില്ലല്ലോ, 5 വർഷം കൂടുമ്പോൾ രാജ്യസഭയും ഇല്ലാതാകും. അപ്പൊ രാജ്യസഭയെ തന്നെ ഇല്ലാതാക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിന്റെ, നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിന്റെ ചെക്സ് ആൻഡ് ബാലൻസസ് സിസ്റ്റത്തെ ഇല്ലാതാക്കുന്ന വളരെ കൗശലപൂർവമായ, വളരെ അപകടകരമായ ഒരു നീക്കമായിട്ട് ഇതിനെ നമ്മൾ കാണണം. പിന്നീട് മറ്റൊന്ന്, ഈ ചെലവ് ചുരുക്കുക. അതെല്ലാ ഫാസിസ്റ്റുകളും എല്ലാ കാലത്തും ഈ ചെലവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ ഫാസത്തിന്, തങ്ങളുടെ ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അഭിപ്രായ നിർമ്മിതി ഉണ്ടാക്കുക. അപ്പൊ എല്ലാ ആളുകളും ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ചെലവിനെ കുറിച്ച് 60,000 കോടി വരുന്നു, അത് ഒന്നിച്ചു നടത്തി കഴിഞ്ഞാൽ ആ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ ലാഭമുണ്ടാക്കാം, രാജ്യത്തിന് അത് വരുന്ന നഷ്ടം ഇല്ലാതാക്കാം എന്നൊക്കെ ഇവർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ഈ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്തിയാൽ, ലോകസഭയിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ഒന്നിച്ച് നടത്തിയാൽ എന്താണ്, അവരുണ്ടാക്കുന്ന ദേശീയ തലത്തിലുള്ള വെറുപ്പിൻ്റെതായ ഒരു രാഷ്ട്രീയം, അത് വെച്ചുകൊണ്ടുള്ള ഒരു ധ്രുവീകരണത്തെ സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുക. സംസ്ഥാനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ, ഭാഷാ സമൂഹങ്ങൾ ഇവയൊക്കെ നേരിടുന്ന സവിശേഷമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കും. ഏകാത്മകമായ ഒരു ദേശീയതയെ സംബന്ധിച്ച RSSന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വെക്കുന്നത്. ആയിട്ടുള്ള നിയമ കമ്മീഷനും മറ്റു ഒട്ടനവധി നിർദ്ദേശങ്ങൾ നമുക്ക് 1999 വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് നിയമ കമ്മീഷൻ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ശുപാർശയുള്ള റിപ്പോർട്ട് നൽകുന്നത്. ഇപ്പോ അവരെന്താണ്, വളരെ സമർത്ഥമായി അതിലേക്ക് നടന്നെടുക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഈ രാജ്യത്തെ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്കും നമ്മുടെ ജനാധിപത്യ പ്രാതിനിധ്യ ഭരണത്തിന്റെ ചെക്സ് ആൻഡ് ബാലൻസസ് സിസ്റ്റത്തെയും ഇല്ലാതാക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ്. ഇതിവിടെ ശബരിനാഥ് ചർച്ച അവസാനിപ്പിച്ചപ്പോൾ നിഷാദ് സൂചിപ്പിച്ചതുപോലെ RSSന്റെ ഏകാത്മകതാവാദവുമായി ബന്ധപ്പെട്ട നിരവധി സൈദ്ധാന്തിക തലങ്ങളുള്ള ഒരു നീക്കമാണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണണം. RSS ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ജനസംഘത്തിനൊരു പ്രത്യയശാസ്ത്ര ഗ്രന്ഥം എഴുതിയ ആളാണ് ദീനദയാൽ ഉപാധ്യായ. ദീനദയാലയുടെ ഏകാത്മക മാനവ ദർശനം വായിച്ചാൽ നിങ്ങൾക്ക് ഈ RSS പറയുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ്, ചെലവ് ചുരുക്കൽ, ഇതിന്റെയൊക്കെ പിറകിലുള്ള ഉത്സിതമായ അപകടകരമായ RSSന്റെ രാഷ്ട്രീയ ആശയമാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ബാക്കിയെല്ലാം അതിനെ പൊതിഞ്ഞു പിടിക്കാനുള്ള കേവലാവരണങ്ങൾ മാത്രമാണെന്നാണ്. ശ്രീ കൃഷ്ണദാസ്, ഇതിൽ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരു ബഹുസ്വര ജനാധിപത്യ സമ്പ്രദായം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ രാജ്യത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നില വന്നാൽ രാജ്യത്താകമാനം ഒരു വളരെ കുറഞ്ഞ പ്ലെയേഴ്സ് മാത്രമുള്ള, 1-2 കക്ഷികൾ മാത്രമുള്ള ദേശീയ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പുകളാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ദേശീയ വിഷയങ്ങളാണ് അതിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. പ്രാദേശിക വിഷയങ്ങൾ, പ്രാദേശിക പാർട്ടികൾ, പ്രാദേശിക വികാരങ്ങൾ തുടങ്ങിയവ അതിനടിയിൽ പെട്ടുപോകുമെന്നത് കോമൺ ലോജിക്, സാധാരണ ലോജിക്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ബഹുസ്വരത, ബഹുകക്ഷി ജനാധിപത്യം എന്ന ആശയം ഇനി അങ്ങനെ വേണ്ടതില്ല, നമുക്ക് ചെലവ് ചുരുക്കിയാൽ മതി എന്നാണോ BJP ചിന്തിക്കുന്നത്? നിഷാദ്, നമ്മുടെ ഈ പാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികൾ, അവർ ഇതിൻ്റെ വസ്തുതകളെ തെറ്റായി ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നമ്മുടെ ഈ ഒരു രാജ്യം ഒരു നേഷൻ എന്ന് പറയുന്ന ഒരു ചർച്ച, അതിൻ്റെ സാഹചര്യം ഞാൻ എൻ്റെ അഭിപ്രായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ 20 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ 67, 68, 69 വരെയുള്ള കാലഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ, അത് എല്ലാ സ്ഥലത്തും
അത് പാർലമെന്റിലേക്കാണെങ്കിലും അസംബ്ലിയിലേക്ക് ആണെങ്കിലും അതെല്ലാം ഒരേ സമയത്ത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് അതിനുശേഷമാണ് അത് പല ഘട്ടങ്ങളിലായി മാറുന്ന സാഹചര്യമുണ്ടായത്. അത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ആദ്യത്തെ 20 വർഷക്കാലം ഒരു കുഴപ്പവും ഇല്ലാതിരുന്നു എന്ന് പറയുന്ന ആ സംവിധാനത്തെ കോൺഗ്രസിന് എങ്ങനെ ഇപ്പോൾ എതിർക്കാൻ കഴിയും? അതൊരു ഭാഗത്ത്. മറ്റൊന്ന് CPM-ന്റെ പ്രതിനിധി ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കുന്നത് ഇത് ഏകാത്മ മാനവ ദർശനത്തിന്റെ ഭാഗമായി ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ്. ശ്രീ ആനന്ദ് സൂചിപ്പിക്കുന്നത് ഇതിൽ മറ്റെന്തോ RSS അജണ്ട കടന്നു വരാൻ വേണ്ടി പോകുന്നു, NRCയും CAA എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ ഭാഗമായി. ഇതിലൊക്കെ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഈ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന സമയത്ത് കേരളത്തിൽ ചില ആളുകൾ നിരന്തരമായി സമരങ്ങൾ നടത്തി. ട്രാക്ടർ കൊണ്ടുവന്ന സമയത്ത് നിരന്തരമായി സമരങ്ങൾ നടത്തി. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ ജനാധിപത്യ സംവിധാനത്തിനും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുമ്പോൾ അതിനെ ആദ്യം എതിർക്കുക, അതിനെന്തെങ്കിലും ഒരു വരട്ടുവാദ തത്വവാദ കാര്യം കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിനെന്തെങ്കിലും പ്രായോഗികത വേണ്ടേ? രാജ്യത്തിൻ്റെ ആദ്യത്തെ 20 വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരേപോലെ പോകുക, പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് ഇല്ലാതെയാകുക, പിന്നീട് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ചിന്തിക്കപ്പെടേണ്ടതാണെങ്കിൽ ആലോചിക്കപ്പെടേണ്ടതല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ശബരിനാഥ് സൂചിപ്പിച്ചത്, തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ ഭരണഘടനാപരമായി ഒരു സ്ഥലത്തും അങ്ങനെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല, വ്യത്യസ്തമായി നടത്തണമെന്നും പറഞ്ഞിട്ടില്ല. അത് നടപ്പാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324, 325 വകുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് BJP ആദ്യത്തെ വാജ്പേയി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നത് അങ്ങനെയല്ല. ശ്രീ കുഞ്ഞിക്കണ്ണൻ, എനിക്ക് അങ്ങോട് ബഹുമാനത്തോടുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, 1983 തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ സജഷൻ ആദ്യമായി പൊതുസമൂഹത്തിലേക്ക് വീണ്ടും വെക്കുന്നത്. അതിനുശേഷം ചർച്ചകൾ നടന്നിട്ടുണ്ട്. പിന്നീട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം, വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പിന്നീട് ഇപ്പോൾ മുൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കപ്പെടുകയും ആ സമിതി അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും എല്ലാം നടത്തുകയും എല്ലാം ചെയ്തതിന് ശേഷം അവരൊരു റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. അതിൽ ചർച്ച ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? ഞാനൊരു തിരിച്ചൊരു ചോദ്യം ഈ പാനലിസ്റ്റുകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 5 പേരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ 3 തെരഞ്ഞെടുപ്പ് നടന്നാലും നമ്മൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ മാറി മാറി വോട്ട് ചെയ്യുമോ? വേറെ ഏതെങ്കിലും പാർട്ടികൾക്ക് ശബരിനാഥ് വോട്ട് ചെയ്യുമോ? ശ്രീ ആനന്ദ് വോട്ട് ചെയ്യുമോ? എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ളവരാണ്. അവർ മാറി വോട്ട് ചെയ്യില്ല. പക്ഷേ സാധാരണക്കാരായ മനുഷ്യരെ ആവേശിക്കാൻ കഴിയും വിധമുള്ള പ്രചരണങ്ങൾ വേറെയാണ്. എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ നിങ്ങൾ സാങ്കേതികത്വം പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചോദിക്കുന്നത്, BJPയെ സംബന്ധിച്ച് ഈ ഉന്നയിക്കപ്പെടുന്ന വാദഗതികളുണ്ടല്ലോ, അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നില നമ്മൾ ഇപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി BJPയാണ്. കാരണം നിങ്ങൾ എല്ലാ സംസ്ഥാനത്തും എല്ലാ ദേശീയ തെരഞ്ഞെടുപ്പിലും എല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. നിങ്ങളുടെ ഈ പറയുന്ന ഞങ്ങൾ ദേശസ്നേഹത്തിൻ്റെ കുത്തകക്കാർ, ഞങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കുത്തകക്കാർ, ഞങ്ങൾ വൈദേശിക ആധിപത്യത്തെ കുടിയിറക്കാൻ വന്നവർ, ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും പറയുന്നതാണ്. നിങ്ങൾക്ക് എല്ലായിടത്തും ഒരേ സ്ട്രാറ്റജിയേ ഉള്ളൂ, ഒരേ അജണ്ടയേ ഉള്ളൂ. പക്ഷേ രാജ്യത്തിൻ്റെ മറ്റ് വശത്തെ സ്ഥിതി അതല്ല. പല വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്, പല പ്രാദേശിക സംഗതികൾ ഉന്നയിക്കാനുണ്ട്, പല പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. നിങ്ങൾക്കാവട്ടെ എല്ലായ്പ്പോഴും ഒരേ വിഷയവും. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി നിങ്ങൾ മാത്രമാണ് എന്ന പോയിന്റിനെ നിങ്ങൾ എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത്? നിഷാദ്, നമ്മുടെ രാജ്യത്ത് 18 വയസ്സ് തികയുമ്പോൾ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത് വോട്ടറാകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അയാൾ അവസാനത്തെ വോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും, ആദ്യത്തെ വോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും, ഏത് പ്രായത്തിലുള്ള ആണെങ്കിലും അത് വർണ്ണവർഗ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ നമ്മുടെ രാജ്യത്തെ വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാണുന്നതിനോ അവരുടെ ശേഷിയെ, അവരുടെ ബോധശേഷിയെ ഏതെങ്കിലും തരത്തിൽ തെറ്റായി കാണുന്നതിനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യത്ത് BJP എന്ന് മാത്രമല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, ഏത് സ്വതന്ത്ര കക്ഷിയാണെങ്കിലും, ഏത് സ്വതന്ത്ര വ്യക്തിയാണെങ്കിലും അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ വിവേചിച്ചറിയാനും അത് ചർച്ച ചെയ്യാനും അത് മനനം ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനും കഴിവുള്ള ആളുകളാണ് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട പ്രകാരം സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും സൂക്ഷ്മത പാലിക്കണം, പരിധി വേണമെന്ന് കമ്മീഷൻ ചട്ടം നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ്? ആളുകളെ പരിധി വിട്ട് സ്വാധീനിക്കാനുള്ള ശ്രമം കുഴപ്പമാണ് എന്നറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആർക്ക് എന്ത് വെറുപ്പും പ്രസംഗിക്കാം, എന്ത് ഓഫറും പ്രഖ്യാപിക്കാം, ജനത്തിന് വിവേചിച്ചറിയാനുള്ള ശേഷിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനല്ല. ജനങ്ങളെ ഏതൊക്കെ നിലയ്ക്ക് തെറ്റായി സ്വാധീനിക്കാൻ ശേഷിയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലിനെയും നമ്മൾ തടഞ്ഞു വെക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പം ജനങ്ങളെ പലതരത്തിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന് മനസ്സിലായവരാണല്ലോ ഈ നിയമം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ പ്രശ്നമില്ലേന്ന് ചോദിക്കുകയാണ് ഞാൻ.
അതായത് ഒരു ദേശീയ വികാരം അലയടിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വികാരം, പ്രാദേശികമായ ക്വസ്റ്റ്യൻസ് അവ തമസ്കരിക്കപ്പെടുമെന്ന പോയിന്റിനെ വാലിഡായിട്ടുള്ള സംഗതികൾ വെച്ച് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാനുണ്ടോ? ഞാൻ അതേ ചോദ്യം ഞാൻ നിഷാദിനോട് തിരിച്ചു ചോദിക്കുന്നത്, ഇതേ ചോദ്യം നിഷാദ് 1947 മുതൽ 69 വരെയുള്ള കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് കോൺഗ്രസ് ശബരിനാഥൻ രണ്ട് കാര്യങ്ങൾ താങ്കളുടെ മുമ്പിലേക്ക് വെച്ചു. ബിജെപിയുടെ പാനലിസ്റ്റ്, നിങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ ഈ ദീർഘനാൾ ഈ രീതി അവലംബിച്ചവരാണ്. അന്നതിന്റെ ബെനിഫിഷ്യറിയും നിങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ നിങ്ങളല്ല എന്നതുകൊണ്ടാണോ നിങ്ങൾ എതിർക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഭരണഘടനാപരമായി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ ഉള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. ഒരു കാലത്തും ഒരു തെരഞ്ഞെടുപ്പ് പാടില്ല എന്ന് ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ശ്രീ കൃഷ്ണദാസന്റെ വാദം. അതെ, പക്ഷേ അതിനകത്തെ കാര്യം കോൺഗ്രസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1947 മുതൽ 60 എന്ന് പറയുന്ന കാലഘട്ടം നമ്മുടെ ഈ രാജ്യം ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യം ലഭിച്ച് പിച്ചവെച്ച് നടക്കുന്നതിന് 13 വർഷമാണ്. ആ ഒരു 13 വർഷം നമ്മൾ എസ്പെഷ്യലി ഉള്ള ഒരു 20 വർഷം എസ്പെഷ്യലി നമ്മുടെ ഡെമോക്രസി അത്രയും മെച്യൂർ ആയിട്ടില്ല. എത്ര ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, എത്ര ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അന്ന് തീർച്ചയായിട്ടും ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, മറ്റു പാർട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഇന്ന് ഇത്രയോ രാഷ്ട്രീയ പാർട്ടികൾ, എത്രയോ 2 ഇരട്ടി 3 ഇരട്ടി ഇത്തവണത്തെ വോട്ടർമാരുടെ എണ്ണം എത്ര 10-80 കോടി വോട്ടർമാർ ഈ രാജ്യത്ത് കാണും. അപ്പോൾ കോൺഗ്രസ് ഒരിക്കലും, ഞാൻ മനസ്സിലാക്കുന്ന 83-ൽ അത്തരത്തിൽ ഉള്ള ഒരു പഠനം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയായിരുന്നു. 84-ൽ വലിയ ഭൂരിപക്ഷം കൊണ്ടല്ലേ രാജീവ് ഗാന്ധി സർക്കാർ അധികാരത്തിൽ വന്നത്. രാജീവ് ഗാന്ധി സർക്കാരിന് വേണമെങ്കിൽ ഈ ഒരു തീരുമാനം എടുക്കാമായിരുന്നല്ലോ, പക്ഷെ നമ്മൾ എടുത്തില്ല. പക്ഷെ വീണ്ടും ഈ ചർച്ചകൾ വന്നു തുടങ്ങിയത് 2014-ൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഈ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞാൻ പറഞ്ഞതുപോലെ ഭരണഘടനയിൽ ഒരിടത്തും ഇലക്ഷൻ ഒരുമിച്ച് നടത്തണമെന്ന് നിർവചിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഭരണഘടനയ്ക്ക് നിർവചനവും പിന്നെ ഒരു കേസും ബാക്കി കാര്യങ്ങളുമൊക്കെയാണ്. പക്ഷേ ഈ ഒരുമിച്ച് നടത്തണം എന്ന് എഴുതാത്തതും, അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഇലക്ഷൻ, നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷനൊക്കെ വീണ്ടും അമെൻമെൻറ്റ് ചെയ്താണ്. 243 ആണെന്ന് തോന്നുന്നു അതൊക്കെ വന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞൊരു പോയിൻ്റുണ്ട്, ശ്രീ ഹരിദാസ് പറഞ്ഞു ഈ കാലം മാറുന്നതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ മോഡേൺ ആകണം, കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാലം മാറിയപ്പോൾ രാജ്യങ്ങൾ മോഡേൺ ആയത് വികേന്ദ്രീകരിച്ചാണ്. വികേന്ദ്രീകരണമാണ് മോഡേണിസത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക മുഖമുദ്ര, അല്ലാതെ കേന്ദ്രീകരണമല്ല. ഡീസെൻട്രലൈസേഷൻ്റെ കാലമാണിത്. അത് രാജ്യങ്ങളായാലും കമ്പനികളായാലും പ്രോഡക്റ്റുകളായാലും പത്രങ്ങളായാലും മാധ്യമങ്ങളാണെങ്കിലും ഇന്ന് വികേന്ദ്രീകരണത്തിൻ്റെ കാലമല്ലേ. അപ്പോൾ ഇന്നത്തെ വൈബ് എന്ന് പറയുന്നത് വികേന്ദ്രീകരണമാണ്, ഒരിക്കലും കേന്ദ്രീകരണമല്ല എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യം ബിജെപിയുടെ പാർട്ടികൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ഈ ഒരു അവർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഹങ് അസംബ്ലി വരികയാണെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടത്താമെന്നാണ് പറയുന്നത്. നാളെ ഇപ്പോൾ ഒരു സാഹചര്യം വന്ന് ഇന്ത്യയിൽ ഒരു ഹങ് അസംബ്ലി വന്നാൽ വീണ്ടും ഒരു ഇലക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ചെലവിൻ്റെ വാദത്തെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയല്ലേ. നിങ്ങൾ പറഞ്ഞ ലോജിക്കിനെതിരല്ലേ. അപ്പോൾ രണ്ടാമത്തെ തവണ വീണ്ടും ഹങ് അസംബ്ലി വന്നാൽ നിങ്ങൾ വീണ്ടും ഇലക്ഷൻ നടത്തുമോ? അപ്പോൾ തന്നെ ഈ പറഞ്ഞ സൈക്കിളൊക്കെ അങ്ങ് മാറുകയല്ലേ. അതുമാത്രമല്ല, ഈ പീരിയോഡിക്കായിട്ട് നടത്തുന്ന ഇലക്ഷൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണഘടനയുടെ ഈ ഒരു അധികാരത്തിൻ്റെ ഒരു വലിയ അഹങ്കാരത്തിനെതിരെയുള്ള ഒരു ചെക്സ് ആൻഡ് ബാലൻസ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുള്ളൂ. 2019-ൽ ഇടതുപക്ഷത്തിന് പാർലമെൻറ്റ് ഇലക്ഷന് വലിയൊരു തോൽവിയുണ്ടായി. അതിനുശേഷം അവർ വീണ്ടും നിയമസഭയിൽ വിജയിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻ്റർമിറ്റൻ്റ് ഇലക്ഷൻസ് എന്ന് പറയുന്നത് അൺബ്രൈഡൽഡ് പവർ, ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത, ചങ്ങലയില്ലാത്ത അധികാരം കൊടുക്കുന്നൊരവസരമാണ്. അതിപ്പോൾ ഏത് പാർട്ടിയായാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് എങ്ങനെയോ നമ്മുടെ സംവിധാനത്തിൽ വന്നതിൽ നിലനിന്ന് പോകുന്നൊരു പ്രക്രിയ, അത് നിലനിന്ന് പോകണമെന്ന് തന്നെ അഭിപ്രായം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ 2024 ഒരു ലോക്സഭാ ഇലക്ഷൻ നടക്കും, ഒരു ദിശാസൂചികയാണ്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നു, നിയമസഭാ ഇലക്ഷൻ നടക്കുന്നു. അത് പലപ്പോഴും വലിയ രാജാവ് നഗ്നനാണെന്ന് പറയാൻ ജനങ്ങൾക്ക് നൽകുന്ന അവകാശം കൂടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ പെട്ടെന്നൊരു ദിവസം മാറ്റിയെടുത്ത് എല്ലാ 5 വർഷം ഇലക്ഷൻ മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇവർ ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ കഴിയുകയില്ല. വലിയ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കേസുകളടക്കം ഇതിലേക്ക് വരും. അത് നടത്താനുള്ള ഇപ്പം അതിന് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഒരുമിച്ച് ഇലക്ഷൻ നടത്തുന്നതല്ല.
ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൻ്റെ ദൂർത്തല്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് അടക്കമുള്ള പദ്ധതികൾ ചെയ്യുവാൻ 89,000 കോടി രൂപ ചിലവാക്കിയപ്പോൾ ഇവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പട്ടേലിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ കോടിക്കണക്കിന് ചിലവാക്കിയ ചിലവിൻ്റെയൊക്കെ അത് നിർത്തലാക്കാമല്ലോ, അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ ഇന്ത്യയുടെ ഭരണപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം അതിനുള്ള സൊല്യൂഷൻ ഇലക്ഷൻ അല്ല, അതിനു പകരം കൂടുതൽ ഡെമോക്രസിക്ക് കൂടുതൽ വൈവിധ്യം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശയമായി. ശരി. അപ്പോൾ പരമാവധി ബഹുസ്വരാശയത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റിന് നേരെയാണ് BJP തിരിഞ്ഞു നിൽക്കുന്നത്. ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, BJPയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പദ്ധതികൾ ഓരോന്നായി ഓരോ ടാർഗറ്റും അവർ അച്ചീവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച്, രാഷ്ട്രവിഭാവനത്തെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ BJPയുടെ പ്ലാൻ ഉണ്ട്, അവർക്കതിലുള്ള മെജോറിറ്റി ഉണ്ട്. അതിന് കൈയടിക്കാൻ തക്കവണ്ണം ഉള്ള ഇവയെല്ലാം ശരിയാണ്, ഇതെല്ലാം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന നിലയ്ക്ക് കൈയടിക്കാൻ പറ്റിയ ഒരു സമൂഹത്തെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പ്രതിരോധത്തിൻ്റെ ഒരു 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 എന്താ പറയുക, വിയോജിപ്പിൻ്റെ സാധ്യതകൾ എന്തുമാത്രമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ? കെട്ടിയിലേക്ക് വരാം, ഞാൻ ഒന്ന് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ആനന്ദ്, ഇതിനകത്ത് BJPക്ക് എന്തുമാത്രം ഈസിയാണ്, അതോ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ, സഭകളിലെ ഭൂരിപക്ഷം പോലുള്ള സംഗതികളുണ്ട്, അവർക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുള്ള കോൺഫിഡൻസിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ അവർ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത്. BJPയെ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രാജ്യത്താകമാനമുള്ള കക്ഷികളെ നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയക്കകത്ത് ഇടപെടുന്ന കക്ഷികളുടെ ആയുസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൽ BJPയെ തടയുക എന്നത് എന്തുമാത്രം എളുപ്പമുള്ള കാര്യമാണ്, അല്ല BJPയെ സംബന്ധിച്ച് എന്തുമാത്രം സ്മൂത്താണിത്? അല്ല, BJP കുറേ കാലമായിട്ട് ഇതുപോലെയുള്ള ചെറുകക്ഷികളെ തന്നെ ഉപയോഗിച്ചാണ് രാജ്യസഭയിൽ കൂടി പല ഭേദഗതികളും നടപ്പാക്കിയെടുക്കുന്നത്. കുറച്ചു കാലം മുൻപ് BJPയുടെ ഒരു നേതാവ് ബീഹാറിലെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിൻ്റെ JDUവിനെ ഉദ്ദേശിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ചെറുകക്ഷികളെ ഇല്ലായ്മ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ BJPയുടെ ഒരു നേതാവ് പറഞ്ഞിരുന്നു. അതിനുശേഷം ചെറിയ റിയാക്ഷനൊക്കെ പലയിടത്തുനിന്നും ഉണ്ടായി. BJP കാലാകാലങ്ങളായിട്ട് ഇതുപോലെയുള്ള ഇതിപ്പോൾ ശ്രീ കൃഷ്ണദാസ് ഉപമിക്കുന്നത് കമ്പ്യൂട്ടറിനോടും ട്രാക്ടറിനോടും ഒക്കെ കേരളത്തിലെ CPM പോലെയുള്ള പാർട്ടികൾ എതിർത്തതിനെയാണ്. പക്ഷേ ഞാനിതിനെ കുറച്ചുകൂടി വേറൊരു തരത്തിലാണ് ഉപമിക്കുന്നത്. അതായത് നോട്ട് നിരോധനം വന്നു. അപ്പോൾ നോട്ട് നിരോധനം വന്നപ്പോൾ ഈ BJPയുടെ സംഘപരിവാർ അജണ്ടയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള സാധാരണ പൗരന്മാർ പലരും അതിനെ ഒരു മികച്ച തീരുമാനമായിട്ട് അത് അവതരിപ്പിക്കുന്നത് ആ കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 2016 നവംബറിൽ എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ കുറേ പേർ ട്വീറ്റ് ചെയ്യുന്നു, ഇത് നല്ല ഒരു തുടക്കമാകട്ടെ, ഇവിടെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള അഴിമതി ഇല്ലാതെ ആക്കുന്ന, തുടച്ചു നീക്കുന്ന ഒരു തീരുമാനമായിരിക്കും എന്നൊക്കെയാണ് അന്ന് BJP പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് 50 ദിൻ 50 ദിവസം തരൂ എന്നെ, അല്ലെങ്കിൽ എന്നെ തൂക്കിലേറ്റു എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായത്? അതിനുശേഷം ആ ഗോൾ പോസ്റ്റ് മാറിക്കൊണ്ടിരുന്നു. അത് ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ കൂട്ടാൻ വേണ്ടിയാണ് എന്ന് തുടങ്ങിയുള്ള വിവിധ തരത്തിലുള്ള ന്യായീകരണങ്ങൾ വന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും BJPക്കാർ സംസാരിക്കാറ് പോലുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആനിവേഴ്സറി ആഘോഷിക്കാറ് പോലുമില്ല. ഇനിയിപ്പോൾ 2026 അതിൻ്റെ 10ാം വാർഷികം വരുന്നത്, 5ാം വാർഷികം ആഘോഷിച്ചില്ല. അപ്പോൾ അതുപോലെയുള്ള ഇത് അങ്ങനെ ഒരു ഉപമയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള താരതമ്യം. അല്ലാതെ ഇത് കമ്പ്യൂട്ടറോ ട്രാക്ടറോ ആയിട്ടല്ല ഉപമിക്കേണ്ടത് ഇതിന്. ഇത് BJPക്ക് കൃത്യമായ ആസൂത്രണത്തോടെ കൃത്യമായ പ്ലാനിങ്ങോടെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. BJPക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ രാജ്യസഭയിൽ 2 വർഷം കൂടുമ്പോഴാണ് പുതിയ അംഗങ്ങൾ വരുന്നത്, ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് കുറേ സംസ്ഥാനങ്ങളും ദേശീയ തലത്തിലും അധികാരം പിടിച്ചെടുത്താൽ ഇവിടെ ഭരണഘടന മാറ്റി എഴുതാൻ പറ്റില്ല. ഒരു വശത്തുകൂടി പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കുന്നു. ഇവിടെ ഫ്രീസ് ചെയ്യപ്പെട്ട് ഇവിടെ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന മണ്ഡല പുനർനിർണയം ഒരായുധമായിട്ട് കൊണ്ടുവരാൻ 2029 ശേഷം അങ്ങനെ ഒരു ഗൂഢപദ്ധതി നടപ്പാക്കുന്ന ഒരു വശത്തുകൂടി അങ്ങനെ നടപ്പാക്കുന്നു, മറുവശത്തുകൂടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അത് വേറൊരു തരത്തിൽ കൈയെത്തിപ്പിടിക്കുന്നു. BJPയുടെ ഈ അജണ്ടകൾ ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ വെറും മണ്ടന്മാരായിരിക്കും. ഇപ്പോൾ BJP പറയുന്നത് അവരെല്ലാം ഇത് വളരെ നിഷ്കളങ്കമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇത് പുരോഗതിക്ക് വേണ്ടിയാണ്, കാശ് ചിലവാക്കാതിരിക്കാനാണ്, അല്ലെങ്കിൽ
കാശ് പാഴാവാതിരിക്കാണ് നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ എന്താണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഇത്രയും കോടികൾ ചിലവാകുന്നു, അത് പാഴാക്കാതിരിക്കാനാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മൾ മണ്ടന്മാരല്ലോ. പണ്ട് ഈ SY ഖുറേഷി എന്ന മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ അൺഡോക്യുമെന്റഡ് എന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ പരമാവധി ചിലവ് കുറച്ച് നടത്താം, അത് സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് ഇലക്ഷൻസ് എങ്ങനെ നടപ്പാക്കാം എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ BJP അതുപോലെയുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ എടുക്കുന്നത്. അവർക്ക് എന്താണ് അവർക്ക് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ എങ്ങനെയാണ് അധികാരത്തിൽ തുടർച്ചയായി 50 വർഷം തുടർച്ചയായ അധികാരം എന്നാണ് BJPയുടെ ഇപ്പോഴത്തെ സ്വപ്നം. നരേന്ദ്രമോദിയുടെ ആ ഒരു കാലം കഴിഞ്ഞാലും പുതിയ ആൾക്കാർ വരുമ്പോൾ ഇതുപോലെ മണ്ഡല പുനർനിർണയം നടത്തി ഈ ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ എന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലോ ഇവിടെ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരിക. നരേന്ദ്രമോദിയെ പോലെ ഒരു കമ്മ്യൂണിക്കേറ്റർ ഇല്ലെങ്കിലും മറ്റ് ഈ സാധാരണ നേതാക്കളെ വെച്ച് പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തിൽ കൂടിയാണ് BJP ഇതെല്ലാം നടത്തുന്നത്. അല്ലാതെ ആരെ വെച്ചും ദീർഘകാലം ഭരിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു ഗ്രൗണ്ട്, എക്കാലത്തേക്കുമുള്ള ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്യാണ് BJP എന്ന് പറയുകയാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ആശയമാണ്. ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്ത് നിരവധിയായ സംസ്ഥാനങ്ങളും നിരവധിയായിട്ടുള്ള പ്രാദേശികതകളും പ്രാദേശിക രാഷ്ട്രീയ പരിസരമുള്ള ഒരു സ്ഥലത്ത് അത് നടപ്പിലാക്കുക എന്ന് വെച്ചാൽ എന്തുമാത്രം ഈസിയാണ്. ഇതിപ്പോൾ മറ്റ് പല സംഗതികളും, ഇപ്പോൾ കശ്മീരിനെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടു, ഒരു ദിവസം കൊണ്ട് CAA നടപ്പിലാക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അവിടെ നഷ്ടപ്പെടുന്ന വിശ്വാസം നഷ്ടപ്പെടലുകൾ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന ഗവൺമെൻറ്റുകൾ, അങ്ങനെ പലതരം സംഗതികളുണ്ട്. സോ ഒരു ഈസി പ്രോസസ്സാണോ ഇത് നടപ്പിലാക്കുക ഇൻ പ്രാക്ടിക്കൽ? കേട്ടി, ഞാൻ ഓഡിയോ കേൾക്കുന്നില്ല, അത് മ്യൂട്ടാണോ നോക്കുമോ? സോറി KT, ഞാൻ ഓഡിയോ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? യെസ് പറയൂ കേൾക്കുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് BJP ഇപ്പൊ ന്യായീകരിക്കുന്നത് രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് വരുന്ന വലിയ ചെലവ്, അതിനുവേണ്ടി വരുന്ന വലിയ അധ്വാനം, അതുവഴി സർക്കാർ സംവിധാനങ്ങൾ വികസനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നത് ഒക്കെയുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന വലിയ കേന്ദ്രീകരണം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന നിലപാടിലേക്ക് എത്തും. പാർലമെന്റ് ജനാധിപത്യത്തിലും ജനപ്രാതിനിധ്യത്തിലും അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകളിലും അശേഷ വിശ്വാസമില്ലാത്ത ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണ് മോഡിയെ നയിക്കുന്ന RSS എന്ന കാര്യം നമ്മൾ സംശയിച്ചു പറയേണ്ട ഒരു കാര്യമല്ല, അസന്ദിഗ്ധമായി വ്യക്തമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഗോൾവാൾക്കറുടെ, കൃഷ്ണദാസിനോട് ഞാൻ പറയുന്നു, ഗോൾവാൾക്കറുടെ വിചാരധാര വെച്ച് മിസ്റ്റർ ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മക മാനവ ദർശനം വെച്ച് ഈ 2 പുസ്തകങ്ങളും വെച്ച് നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് അസലായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ലോകത്തൊരിടത്തുമുള്ള ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രാതിനിധ്യ നിയമങ്ങളെയോ പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെയോ BJP RSS ഒരു നയമായി ഒരു ആദർശമായി അംഗീകരിക്കുന്നേയില്ല. അത് വളരെ അപകടകരമായ, വളരെ അപക്വമായ, തള്ളിക്കളയേണ്ടതായ ഒന്നായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെയുള്ള ഒരു ഐഡിയോളജിക്കൽ നിലപാടിൽ നിൽക്കുന്ന ആളുകള് പല ന്യായങ്ങളും പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഇല്ലാക്കുന്ന ഇവിടെ ആനന്ദ് സൂചിപ്പിച്ചതുപോലെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം നമുക്കറിയാലോ. 370 വകുപ്പ് ഒറ്റയടിക്ക് എടുത്തു കളയുന്ന ഒരു അമെന്റ്മെന്റ് പാർലമെന്റിന് വരുന്നതിന് മുമ്പ് തന്നെ ഭരണഘടന കാശ്മീർ പോലെയുള്ള പ്രത്യേക പദവിയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പല അധികാരങ്ങളും ഘട്ടങ്ങളായി ഇല്ലാതാക്കിയാണ് അവസാനം 370 വകുപ്പ് തന്നെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയുന്ന അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. ഇത് ഓരോ കാര്യം നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ BJP ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്കോ അതുവഴിയുള്ള 56 ഇഞ്ചുള്ള ഒരാളുടെ ഏകാധിപത്യ വാഴ്ചയിലേക്കോ ഈ രാജ്യത്തെ നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് വെക്കുന്നത്. ഇതിന്റെ പിറകിലുള്ള ഒരു ആശയ പദ്ധതി, ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയെ കാണാതെ നമ്മൾ ഇതിന്റെ ഉപരിപ്ലവമായ ഒരു യുക്തിയിൽ ഈ കാര്യത്തെ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്?
മനുവിന്റെ വംശ തുടർച്ചയും ആര്യവംശാഭിമാനത്തിൻ്റെതായ ഒരു രാഷ്ട്രമാണ്. അതെന്താണ്? ബ്രാഹ്മണരോട് കടം വീട്ടാൻ കഴിയുന്ന ഒരു ബാധ്യത മാത്രമേ എന്തുള്ളൂ പ്രജകൾക്ക് നൽകുന്നുള്ളൂ. അതുകൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥികൾ, ഇപ്പൊ സുരേഷ് ഗോപിയെ പോലുള്ള കേരളത്തിൽ ജീവിക്കുന്ന ഒരാള് ബ്രാഹ്മണനായ എനിക്ക് പുനർജന്മം, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്നും എന്റെ വോട്ടർമാരൊക്കെ പ്രജകളാണെന്നൊക്കെ പറയുന്ന എത്രയോ കഷ്ടകരമായ, നമ്മൾ നേടിയെടുത്തു എന്ന് പറയുന്ന ആധുനിക ജീവിതാവബോധത്തിന്റെ സമ്പൂർണമായ നിഷേധം തെരഞ്ഞെടുപ്പ് വേദികളിൽ പോലും എന്താണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ ആളുകൾ പ്രസംഗങ്ങളിലൂടെ പറയുകയാണ്. ഇപ്പൊ അനന്തകുമാർ ഹെഗ്ഡെ കർണാടകയിൽ നിന്നുകൊണ്ട് പറയുന്നത് എന്താണ്? ഭരണഘടന മാറ്റണമെന്നാണ്. ഭരണഘടന മാറ്റാനുള്ള ഭൂരിപക്ഷം 400 സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടണമെന്നാണ്. അങ്ങനെ ഭരണഘടനയെ തന്നെ നിഷേധിക്കുന്ന, ഭരണഘടനയുടെ ഫെഡറൽ ഉള്ളടക്കത്തെ, ഭരണഘടനയുടെ ഈ രാജ്യസഭ ലോകസഭ പോലുള്ള ചെക്സ് ആൻഡ് ബാലൻസുമായി ബന്ധപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങളെ, ഇതിനെയെല്ലാം തന്നെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദു രാഷ്ട്രവാദികളാണ്. അവർ കടുത്ത ജനാധിപത്യ വിരുദ്ധരാണ് എന്ന കാര്യമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ BJPയുടെ എന്റെ സുഹൃത്ത് കൃഷ്ണദാസ് ഈ ചർച്ചയിൽ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, മറുപടി അർഹിക്കുന്നില്ല. താങ്കളുടെ BMS ഉണ്ടല്ലോ, അന്ന് BJP നേതൃത്വം കൊടുത്ത സ്വദേശി ജാഗരൺ മഞ്ച് ഉണ്ടല്ലോ, ഗോവിന്ദാചാര്യ, ഗുരുമൂർത്തി തുടങ്ങിയ ആളുകൾ ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തിനൊക്കെ എതിരായിട്ട് എഴുതിയ ലഘുലേഖകൾ ഇപ്പോഴും ഞാൻ ഇരിക്കുന്ന ഈ മുറിക്ക് പുറത്തുള്ള ഷെൽഫില് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗുരുമൂർത്തിയെ പോലുള്ള ആളുകൾ സ്വദേശി ജാഗരണ മഞ്ചിന് വേണ്ടി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ, അതിലൊക്കെ തന്നെ നിങ്ങൾ എന്താണ് കമ്പ്യൂട്ടറിനെ എതിർത്തു. നിങ്ങളിപ്പം വരട്ട് തത്വവാദികളൊന്നും അല്ലാത്ത ഏറ്റവും ആധുനികതയുടെ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തിന്റെയൊക്കെ വക്താക്കളായി ഇത്തരം ചർച്ചകളിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം രാജ്യത്താകമാനം പ്രാചീനതയുടെ കൂലികൾ പരത്തുന്ന രീതിയിൽ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് പറയുന്നവരാണ്. അത്തരത്തിലുള്ള വിജ്ഞാന ഭാരതി പോലുള്ള ശാസ്ത്രത്തിന്റെ പേരിൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രാചീന സംസ്കൃതിയെയും പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത്തരം ചർച്ചകളിൽ വന്നിട്ട് സൈദ്ധാന്തികമായ RSS പദ്ധതിയെ കുറിച്ചാണ് താങ്കൾ ആവർത്തിച്ച് സംസാരിക്കുന്നത്. ശ്രീ ശബരിനാഥൻ, ഈ കമ്മിറ്റി പറയുന്നത് ഞങ്ങൾ പരമാവധി രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കുന്നു, അവർക്ക് എല്ലാവർക്കും ഇതിന്റെ കോസ് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് നടപ്പിലാക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ സംസ്ഥാനങ്ങളുടെ ടേക്ക് എടുക്കുന്നതിലടക്കം BJP അവരുടെ എന്താ പറയുക പദ്ധതി പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇപ്പുറത്ത് ഇത് പാടില്ല, ഇത് ജനാധിപത്യത്തെ ബഹുസ്വരതയെ പ്രയാസത്തിലാക്കും എന്ന് പറയുന്നവരുടെ ശബ്ദം ദുർബലമായി പോകുമോ? ഞാൻ മനസ്സിലാക്കുന്നത് 47 രാഷ്ട്രീയ പാർട്ടികൾ, 62 രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ചോദിച്ചു. അതിൽ 47 രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം പറഞ്ഞത്, അതിൽ BJPയോട് NDAയോട് ചേർന്ന് നിൽക്കുന്ന 32 രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലമായി സംസാരിച്ചു. ബാക്കി കോൺഗ്രസ് അടക്കമുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ബാക്കി 12 17 രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിനെതിരായി സംസാരിച്ചത്. കോൺഗ്രസ് കൃത്യമായി, ഞാൻ കുറിപ്പ് വായിക്കുന്നത്, ദി സൈമിൾട്ടേനിയസ് ഇലക്ഷൻ വുഡ് റിസൾട്ട് ഇൻ സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ടു ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറലിസത്തിൻ്റെ ഗ്യാരണ്ടികൾക്കെതിരായിരിക്കും, പാർലമെൻ്ററി ജനാധിപത്യത്തെ സബ്വേർട്ട് ചെയ്യും. അതുമാത്രമല്ല, ഈ ആർഗ്യുമെൻ്റ് ഓഫ് സേവിങ്സ്, ഇലക്ഷൻ ഒരുമിച്ച് നടത്തിയാൽ ലാഭമുണ്ടാകുന്നത് ബേസ്ലെസ് ആണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് പിന്നീട് പറയുന്നത് പീപ്പിൾ വിൽ ബി വില്ലിംഗ് ടു കൺസിഡർ ദിസ് സ്മോൾ എമൗണ്ട് ആസ് ദ കോസ്റ്റ് ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ടു അപ്ഹോൾഡ് ഡെമോക്രസി. ജനങ്ങൾ ഈ ഒരു കോസ്റ്റ് അവർക്കത് ബാധകമാകാൻ അവർക്ക് കുഴപ്പമില്ല, കാരണം അതിനേക്കാളും പ്രധാനമാണ് സ്വതന്ത്രമായിട്ടുള്ള ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് ആ ഒരു കമ്മിറ്റിയോട് നമ്മൾ ചർച്ചകൾ നടത്തി. പക്ഷേ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ലോക്സഭയുടെയൊക്കെ തിരക്കുകൾ കഴിഞ്ഞ് ഇതിന് പിന്നെ അടുത്ത സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. എന്നിരുന്നാലും ഇതിൽ കൂടുതൽ ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. ഇത് ഈ പറയുന്നത് നോട്ട് നിരോധനം പറഞ്ഞതുപോലെ ഇതിനെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതുപോലെയല്ല. ഇതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, ആഴത്തിലുള്ള പ്രശ്നങ്ങൾ കാണാതെയാണ് ആൾക്കാർ ഇത് കൊള്ളാമെന്ന് പറയുന്നത്. നമ്മൾ അറിയാത്ത ആഴത്തിലുള്ള വലിയ വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ തൽക്കാലം ഇത്തരത്തിൽ ഉദ്യമം ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നത്. അല്ല, ശ്രീ കൃഷ്ണദാസ്, നോക്കൂ, ഈ CAയുടെ കാര്യത്തിൽ പോലും രാജ്യത്തെമ്പാടും പലവിധ സമരങ്ങളുണ്ടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നവരാണ് നിങ്ങൾ. ഇതൊരു എല്ലാ കക്ഷികളുടെയും ടേക്ക് എടുക്കേണ്ട, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എമ്പാടും ഉള്ള ഒരു ഇഷ്യൂ ആണ്. അതിനകത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങളെ, വിയോജിപ്പുകളെ കേൾക്കാൻ തയ്യാറാവോ, അതോ ഏകപക്ഷീയമായിട്ട് പോകാനുള്ള പ്ലാനാണോ? നിഷാദ്, ഇതിൽ ഏകപക്ഷീയമില്ലല്ലോ. ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭിപ്രായം ചോദിക്കുന്നു, അഭിപ്രായമുള്ളവർ പറയുന്നു.
അതിൽ ഭൂരിപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഒരു സമിതി തയ്യാറാക്കുന്നു. അത് ചർച്ചയ്ക്ക് വരാൻ വേണ്ടി പോകുന്നു. അതിന് 2029 ഇടയ്ക്ക് നടക്കുന്ന 5 വർഷക്കാലം അതിൻ്റെ നിയമപരവും ഭരണഘടനാപരവും പാർലമെന്ററി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും എല്ലാം നടക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ നമ്മുടെ രാജ്യത്ത് 1947 ശേഷം ഉണ്ടായിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമെല്ലാം കാലാനുസൃതമായി ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് സീറ്റുകൾ വർദ്ധിച്ചിട്ടില്ലേ എല്ലാ അസംബ്ലിയിലും? കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്ന 127 സീറ്റുകളാണ് നോമിനേറ്റഡ് അടക്കം. ഇപ്പം 140 ആയില്ലേ? പാർലമെന്റിൽ 500-ൽ നിന്ന് 543 ആയില്ലേ? അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. ഇനി വരാൻ പോകുന്ന നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയുടെ വർധനവനുസരിച്ച് വീണ്ടും പാർലമെന്റിന്റെ ആണെങ്കിലും അസംബ്ലിയുടേതാണെങ്കിലും അതിൻ്റെ സെഗ്മെന്റ്സിന്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. അതുകൊണ്ട് അത് ജനാധിപത്യത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണല്ലോ. മറ്റൊന്ന് BJP ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണനോടും കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ശബരിനാഥനോടും ഒക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ 2024 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി അത് നടപ്പാക്കണ്ട എന്ന് പറയുന്ന മാൻഡേറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോകാമല്ലോ. ഞങ്ങൾ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ആളുകൾക്ക് അവരുടെ സംവിധാനത്തിനും അവരുടെ ആശയത്തിനും അവർ മുന്നോട്ട് വെക്കുന്ന ഭരണപരമായിട്ടുള്ള നടപടികൾക്കും ബിജെപിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ BJP ആഗ്രഹിക്കുന്നത് BJPയുടെ നയത്തിലുള്ളതുമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരു തടസ്സവുമില്ലല്ലോ എന്ന ന്യായമാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും 2029 ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പേ ഉള്ളൂ എന്ന് നമ്മൾ ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു.